शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति शांति। ओम शांति। ഓം ശാന്തി. ഇന്ന് മുരളി ഡേറ്റ് 26/1/2021. ബാബ ഇന്ന് ജനുവരി 26 അതായത് ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഈ ദിവസം ബാബ നമ്മളോട് പറയുന്നു, മീठे बच्चे, ब्रह्मा बाबा शिव बाबा का रथ है, दोनों का इकट्ठा पार्ट चलता है, इसमें जरा भी संशय नहीं आना चाहिए. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബ്രഹ്മ ബാബ ശിവ ബാബയുടെ രഥമാണ്. ഇവർ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള പാർട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ചുപോലും സംശയം വരാൻ പാടില്ല. ബ്രഹ്മ ബാബ ശിവ ബാബയുടെ രഥമാണ്. രണ്ടുപേരും ഒന്നിച്ചുള്ള പാർട്ടാണ് നടക്കുന്നത്. ഇതിൽ കുറച്ചുപോലും സംശയം നമുക്ക് വരാൻ പാടില്ല. ചോദ്യം, मनुष्य दुखों से छूटने के लिए कौन सी युक्ति रचते हैं जिसको महापाप कहा जाता है? മനുഷ്യർ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മോചനം നേടാൻ വേണ്ടി ഏത് യുക്തിയാണ് രചിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് മഹാപാപമാണ്. അതിനെ മഹാപാപം എന്ന് പറയുന്നു. അതെന്താണ് എന്നാണ് ചോദ്യം. ഉത്തരമാണ്,
मनुष्य जब दुखी होते हैं तो स्वयं को मारने के लिए अनेक उपाय रचते हैं. മനുഷ്യർ ദുഃഖിക്കുമ്പോൾ, അതായത് മനുഷ്യർക്ക് ദുഃഖം താങ്ങാനാവാതെ വളരെയധികം ദുഃഖിക്കുന്ന സമയത്ത് അവർ സ്വയം തന്നെ അവനവനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ നമ്മൾ പറയാം ആത്മഹത്യ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അനേക ഉപായങ്ങൾ രചിക്കാറുണ്ട്. ജീവദാത്ത് കർണയ്ക്ക് സോച്ചത്തെ ഹേ, സമസ്തേ ഹേ ഇസേ ഹം ദുഃഖോം സേ छूट जाएंगे. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയമായിട്ട് പറയേണ്ടത് ശരീരഹത്യ എന്നാണ്. കാരണം ശരീരത്തിനല്ലേ കൊല്ലാൻ പറ്റൂ, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരീരത്തിനെ ഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിക്കും. എന്നിട്ട് അവർ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങളങ്ങനെ ആത്മഹത്യ ചെയ്താൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടും. പക്ഷേ ബാബ എന്താ പറയുന്നത്? പരന്തു ഇനി ജൈസ മഹാപാപ് ഓർ കോയി നഹി. ഇതേപോലെ ഒരു മഹാപാപം വേറെയില്ല. वो और ही दुखों में फंस जाते हैं. അവർ കുറേയും കൂടി ദുഃഖത്തിൽ കുടുങ്ങുകയാണ് ചെയ്യുക. അതൊരു വലിയ കർമ്മ ഫിലോസഫിയാണ്. കാരണം ഈ ഹൈഹി അപാർ ദുഃഖവും കി ദുനിയ, ഇത് അപാരമായ ദുഃഖങ്ങളുടെ ലോകമാണ്. അപ്പോൾ ഒരു ജന്മത്തിൽ അവരിങ്ങനെയുള്ള കണക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അവരടുത്ത ജന്മം എടുക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ ദുഃഖത്തിൻ്റെ കണക്കുകളുടെ ഇടയിലേക്കാണ് അവർ പെട്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ലോകം അളവറ്റ ദുഃഖങ്ങളുടെ ലോകമാണ്. ഓം ശാന്തി. ബച്ചോം സെ ബാപ് പൂച്ച്തേ ഹേ, ആത്മാവും സെ പരമാത്മാ പൂച്ച്തേ ഹേ. കുട്ടികളോട് അച്ഛൻ ചോദിക്കുന്നു, ആത്മാക്കളോട് പരമാത്മാവ് ചോദിക്കുന്നു. യഹ് തോ ജാൻതേ ഹോ ഹം പരംപിത പരമാത്മാക്കെ സാമനെ ബൈഠേ ഹേ. നിങ്ങൾക്കിതറിയാലോ, നമ്മൾ പരംപിത പരമാത്മാവിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഉനക്കോ അപ്പന രഥ തോ ഹൈ നഹി. ബാബയ്ക്ക് സ്വന്തം രഥമില്ല, സ്വന്തം ശരീരമില്ല. യഹ് തോ നിശ്ചയ ഹെ ന ഇസ് ഭൃഗുടി കെ ബീച്ച് മേ ബാപ് കാ നിവാസ സ്ഥാൻ ഹെ. ഇത് നിശ്ചയമുണ്ടല്ലോ, ഈ ഭ്രൂമധ്യത്തിൽ, അതായത് ഈ ബ്രഹ്മാബാബയുടെ ഭ്രൂമധ്യത്തിലാണ് ശിവബാബ നമ്മുടെ അച്ഛൻ്റെ നിവാസസ്ഥാനം. ബാബ ഖുദ് കഹത്തെ ഹേ മേ ഇൻകി ഭൃഗുടി കെ ബീച്ച് ബൈഠത്താ ഹും ഉൻക ശരീർ ലോൺ पर लेता हूँ. ബാബ സ്വയം പറയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭൃഗുടി നടുവിൽ പോയി ഇരിക്കുന്നു, ഞാൻ ഈ ശരീരം ലോൺ എടുക്കുന്നു. ആത്മാ ഭൃഗുടി കെ ബീച്ച് ഹേ തോ ബാപ് ബി വഹി ബൈഠത്തെ ഹേ. ആത്മാവ് ഭൃഗുടിക്ക് നടുവിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ബാബയും അവിടെ തന്നെ വന്നിരിക്കുന്നു. ബ്രഹ്മ ഹേ തോ ശിവബാബ ബി ഹേ. ബ്രഹ്മാവ് ഉണ്ട് എങ്കിൽ അവിടെ ശിവബാബി ഉണ്ട്. ബ്രഹ്മ നഹി ഹോ തോ ശിവബാബ ബോലെങ്കി കൈസേ. ബ്രഹ്മാവില്ല എങ്കിൽ ശിവബാബ എങ്ങനെ സംസാരിക്കും? ഊപ്പർ മേ ശിവബാബാക്കോ തോ സദൈവ് യാദ് കർത്തി ആയി. മുകളിൽ നമ്മളെപ്പോഴും ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ വന്നത്. അബ് തും ബച്ചോങ്കോ പതാ ഹേ ഹം ബാപ് കെ പാസ് യഹാം ബൈഠേ ഹേ. ഇപ്പോൾ കുട്ടികൾക്കറിയാം നമ്മൾ ബാബയുടെ അടുക്കൽ ഇവിടെ ഇരിക്കുന്നു. ബാബ നമ്മുടെ മുന്നിലുണ്ട്. ബാബ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ऐसे नहीं कि शिव बाबा ऊपर में हैं, उनकी പ്രതിമ यहाँ പൂജി ജാത്തി ഹേ. നമ്മളൊരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. ശിവബാബ മുകളിലിരിക്കുന്നു, എന്നിട്ട് നമ്മൾ ശിവബാബയുടെ പ്രതിമ ഇവിടെ വെച്ച് പൂജിക്കുന്നു. അല്ല, ഈ ബാത്തെ ബഹു സംജ്ഞേക്ക് ഹേ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തും തോ ജാൻതേ ഹോ ബാപ് ജ്ഞാൻ കാ സാഗർ ഹേ. നിങ്ങൾക്കറിയാം ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ജ്ഞാൻ കഹാ സെ സുനാത്തേ ഹേ. ജ്ഞാനം ബാബ എവിടെ നിന്നാണ് കേൾപ്പിക്കുന്നത്? ക്യാ ഊപ്പർ സെ സുനാത്തേ ഹേ. ബാബ ചോദിക്കുകയാണ്, ഞാൻ മുകളിലിരുന്ന് കേൾപ്പിക്കുമോ? യഹാ നീച്ചെ ആയാ ഹേ ബ്രഹ്മ തൻസെ സുനാത്തേ. ബാബ പറയാണ്, നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യമാണ്, ബാബ ഇവിടെ താഴെ വന്നിരിക്കുകയാണ്, ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ കേൾപ്പിക്കുകയാണ്. കൈ കഹത്തെ ഹേ ഹം ബ്രഹ്മാക്കോ നഹി മാനത്തെ. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ശിവബാബയെ അംഗീകരിക്കാം, പക്ഷെ ഞങ്ങൾ ബ്രഹ്മാവിനെ മാനിക്കില്ല, ബ്രഹ്മാവിനെ അംഗീകരിക്കില്ല. പരന്തു ശിവബാബ ഖുദ് കഹത്തെ ഹേ ബ്രഹ്മ തൻ ദ്വാരാ മുझे യാദ് കരോ. പക്ഷെ ശിവബാബ സ്വയം നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ ബ്രഹ്മാവിലൂടെ എന്നെ ഓർമ്മിക്കൂ. ഈ സംജ്ഞയ്ക്ക് ബാത്ത് ഹേ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലേക്കിൻ മായ ബഡി ജബർദസ്ത് ഹേ. പക്ഷെ മായ വളരെ ഭയങ്കര പവർഫുള്ളാണ്. ശിവബാബ സർവശക്തിമാനാണെങ്കിൽ മായും ഒട്ടും ശക്തി കുറഞ്ഞതല്ല.
एकदम मुँह फिराकर पिछाड़ी कर देते हैं. തല ഒറ്റയടിക്ക് അടിച്ച് പുറകിലോട്ട് തിരിപ്പിക്കും. तो अब तुम्हारा कांत शिव बाबा ने सामने किया. അപ്പം നമ്മൾ മായയുടെ അടുത്തേക്ക് തിരിഞ്ഞാണ് ഇരുന്നത്. ഇപ്പോൾ ബാബ വന്ന് തല വീണ്ടും ബാബയുടെ ഭാഗത്തേക്ക്, ബാബയുടെ മുന്നിലേക്ക് തിരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സന്മുഖ बैठे हो, फिर जो ऐसे समझते हैं ब्रह्मा तो कुछ नहीं, उनकी क्या गति होगी. ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ഈ ജ്ഞാനമൊക്കെ എത്ര വണ്ടർഫുൾ ജ്ഞാനം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റവും വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം അവർ വിചാരിക്കുകയാണ് ഈ ബ്രഹ്മാവ് ഒന്നുമേ അല്ല, ശിവബാബയാണ്, ബ്രഹ്മാവിനെ നമ്മൾ മാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഗതി എന്തായിരിക്കും. തോ അബ് ദുർഗതിക്കോ പാലേത്തെ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ബ്രഹ്മാവിനെ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യെങ്കിൽ അവർ ദുർഗതി പ്രാപ്തമാക്കും. കുച്ച് ബി ജ്ഞാൻ നഹി, കുറച്ച് പോലും ജ്ഞാനമില്ല. മനുഷ്യ പുക്കാർത്തെ ബി ഹേ ഓ ഗോഡ് ഫാദർ, മനുഷ്യർ വിളിക്കുന്നുമുണ്ട് ഓ ഗോഡ് ഫാദർ. ഫിർ വോ ഗോഡ് ഫാദർ സുൻതാ ഹേ ക്യാ. ഓ ഗോഡ് ഫാദർ എന്ന് വിളിക്കുമ്പോൾ ആ ഗോഡ് ഫാദർ കേൾക്കുമോ, ആ വിളി കേൾക്കുമോ. ഉनको कहते हैं ना लिबरेटर आवो, या यहाँ बैठे लिबरेट करेंगे. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിക്കുകയാണ്, ഹേ മുക്തിദാത വരൂ, ലിബറേറ്റർ വരൂ. അപ്പം നമ്മൾ വിളിച്ചു. അപ്പോൾ താഴെ വരുമോ അതോ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് മുക്തി തരുമോ, നമുക്ക് മോചനം തരുമോ. तो कल्प कल्प पुरुषोत्तम संगम युग पर ही बाप आते हैं, जिसमें आते हैं उनको ही अगर उड़ा दे तो क्या कहेंगे. അപ്പോൾ കൽപ്പകൽപ്പം ബാബ വരുന്നത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. അപ്പം ബാബ ആരുടെ ശരീരത്തിലാണോ വരുന്നത് ആ ആളെ തന്നെ പറപ്പിച്ച് കളഞ്ഞ, ആ ആളെ ഇല്ലാതാക്കിയ പിന്നെ എങ്ങനെ ബാബ വരും, പിന്നെ എന്ത് പറയും. തോ നമ്പർ 1 തമോപ്രധാൻ. ആ ബ്രഹ്മാവിനെ വിശ്വസിക്കാൻ വയ്യ എന്ന് പറയുന്നത് നമ്പർ 1 തമോപ്രധാനമായ കാര്യമാണ്. നിശ്ചയ ഹോത്തേ ഹുവേ ബി മായ ഏകദം മുഹ് ഫേർ ദേത്തി ഹേ. നിശ്ചയം ഉണ്ടായിരുന്നിട്ട് പോലുമാണ് ഇത്രയും നാൾ ബാബയുടെ കുട്ടിയായിട്ട് ജീവിച്ചത് നിശ്ചയത്തോടെയാണ്. പക്ഷേ ആ നിശ്ചയം ഉണ്ടായിരുന്നിട്ട് പോലും മായ തല തിരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് മായ എന്തൊരു ശക്തിശാലി എന്ന്. ഇസ്മേ കിतना इसमें बल है जो एकदम वर्त नोटे पन्नी बना देते हैं. അതായത് വളരെയധികം ബലമുണ്ട് മായ. ആ മായ ബാബയുടെ കുട്ടിയായിരുന്ന ആളിനെ, ആത്മാവിനെ എന്ത് ചെയ്യുന്നു, കാൽ കാശിന് കൊള്ളാത്ത, അതായത് വെറുത്ത് നോട്ടെ പെന്നി, ഒരു പെന്നിക്ക് പോലും വിലയില്ലാത്ത, കാൽ കാശിന് പോലും വിലയില്ലാത്തതാക്കി മാറ്റുന്നു. അങ്ങനെ സംഭവിക്കുന്നു എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കിച്ച് തരികയാണ്. ऐसे भी कोई ना कोई सेंटर्स पर है, इसलिए बाप कहते हैं खबरदार रहना. അങ്ങനെയുണ്ട് പല പല സെൻറ്റേഴ്സിലും ആൾക്കാർ. അതുകൊണ്ട് ബാബ പറയാണ് ജാഗ്രതയോടുകൂടി ഇരിക്കൂ, കൂട്ടമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹോൾസെയിൽ മഹാഭാരി ലഡായി ലഗേഗി. ഹോൾസെയിലായിട്ട് മഹാഭാരത യുദ്ധം നടക്കും. ഹോൾസെയിലായിട്ട് മഹാഭാരത യുദ്ധം ഉണ്ടാവും. സബ് ഖതം ഹോ ജായെങ്കെ, എല്ലാം നശിക്കും. ബാക്കി ഏക് ഖണ്ഡ് രഹേഗ, ഒരു ഭൂഖണ്ഡം മാത്രം, ഭാരത ഭൂഖണ്ഡം മാത്രം കാണും. ഭാരത് ബഹുത്ത് ഛോട്ടാ ഹോഗ, ബാക്കി സബ് കലാസ് ഹോ ജായെങ്കെ. ഭാരതം വളരെ ചെറുതായിരിക്കും, ബാക്കി എല്ലാം നശിക്കും. സ്വർഗ് കിത്തന ഛോട്ടാ ഹോഗ, സ്വർഗം എത്ര ചെറുതായിരിക്കും. तो अब ये ज्ञान तुम्हारी बुद्धि में है. ഇപ്പോൾ ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. കോയിക്കോ സംജാനെ മേ ദേരി ലഗ്താ ഹെ. ഒരാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് സമയമെടുക്കും, പെട്ടെന്നൊന്നും ഒരാൾക്ക് മനസ്സിലാവില്ല. ഏ ഹേ പുരുഷോത്തം സംഗമയുഗ്. ബാബ പറയാണ് ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്ന് ഓർമ്മ വേണം. യഹാ കിത്തനെ ഡർ മനുഷ്യ ഹേ और वहाँ कितने तोड़े मनुष्य होंगे, ये सब कलास हो जाएंगे. ഇവിടെയാണെങ്കിൽ എത്ര അധികം മനുഷ്യരാണ്, അവിടെയാണെങ്കിലോ എത്ര കുറച്ച് മനുഷ്യരാണ്. ഇതെല്ലാം തീരാൻ പോവുകയാണ്. വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി ശുരു സെ റിപ്പീറ്റ് ഹോഗി. പിന്നെ ഈ ലോക ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നേന്ന് വീണ്ടും ആരംഭിക്കും. ജരൂർ സ്വർഗ് സെ റിപ്പീറ്റ് ഹോങ്കെ. അപ്പോൾ എപ്പോഴായിരിക്കും ഇത് റിപ്പീറ്റ് ആവുന്നത്, എവിടെ നിന്ന് തൊട്ടായിരിക്കും റിപ്പീറ്റ് ആവുന്നത്? സ്വർഗം മുതൽ വീണ്ടും ഇത് ആവർത്തിക്കും. പിച്ചാടിമേ തോ നഹി ആയെങ്കെ. അപ്പോൾ ഇവിടെ ബാബ പറയുകയാണ് യഥാർത്ഥത്തിൽ അവസാനം തൊട്ടല്ല ആരംഭിക്കുക, ആരംഭം തൊട്ടേ ആരംഭിക്കും. ഈ ഡ്രാമ കാ ചക്ര അനാദി ഹേ ജോ ഫിർത്താ ഹി രഹ്താ ഹേ. ഈ ഡ്രാമയുടെ ചക്രം അനാദിയാണ്.
ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇസ് തരഫ് കലിയുഗ് ഉസ് തരഫ് സത്യുഗ്. ഒരു ഭാഗത്ത് കലിയുഗമാണെങ്കിൽ മറുഭാഗത്ത് സത്യുഗമാണ്. ഹം സംഗം പർ ഹെ. നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കിലാണ്, സംഗമത്തിൽ. യേ ബി തും സമസ്തേ ഹോ. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ബാപ്പ് ആത്തേ ഹേ, ബാപ്കോ രഥത്തോ ജറൂർ ചായേ. ബാബ ഇവിടെ വരുന്നു, ബാബയ്ക്ക് തീർച്ചയായിട്ടും രഥം ആവശ്യമുണ്ട്. तो बाप समझाते हैं अभी तुम घर जाते हो. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. फिर ये ലക്ഷ്മി നാരായൺ बनना है तो दैवी गुण भी धारण करना चाहिए. പിന്നെ നിങ്ങൾ ലക്ഷ്മി നാരായണൻ ആവണം. അപ്പോൾ ലക്ഷ്മി നാരായണൻ ആകണമെങ്കിൽ എന്ത് ധാരണ ചെയ്യണം? എല്ലാ ദൈവീ ഗുണങ്ങളും ധാരണ ചെയ്യണം. ये भी तुम बच्चों को समझाया जाता है. രാവണരാജ് ഒരു രാമരാജ് കിസ്കോ കഹാ ജാത്താ ഹെ. ഇതും ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. രാവണരാജ്യം രാമരാജ്യം എന്ന് എന്തിനെ വിളിക്കുന്നു? പതിത് സെ പാവൻ ഫിർ പാവൻ സെ പതിത് കൈസെ ബൻതി ഹെ. പതിതത്തിൽ നിന്ന് പാവനമാകുന്നതും പാവനത്തിൽ നിന്ന് പതിതമാകുന്നതും എങ്ങനെ? പതിതമായ ആൾ എങ്ങനെ പവിത്രമാകും? പവിത്രമായ ആൾ എങ്ങനെ പതിതമായി? ഇത് രണ്ടിൻ്റെ ആ തിയറി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ മാറ്റം വരും. तो ये കേൾക്കാ രാസ് ബാപ്പ് ബൈറ്റ് സംജാത്തെ. ഈ കളിയുടെ രഹസ്യം ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബാപ്പ് നോളജ്ഫുൾ ഹേ, ബീജരൂപ ഹേ, ചൈതന്യ ഹേ. ബാബ നോളജ്ഫുള്ളാണ്, ബീജസ്വരൂപമാണ്, ചൈതന്യമാണ്. വഹി ആക്കർ സംജാത്തെ ഹേ. അപ്പോൾ ബാബ തന്നെ വന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. ബാപ്പ് ഹി കഹെങ്കെ സാരി കൽപ്പവൃക്ഷക്കാ രാസ് സംജാ. ബാബ തന്നെയാണ് ഈ മുഴുവൻ കൽപ്പവൃക്ഷത്തിൻ്റെ രഹസ്യവും നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നത്. इनमें क्या क्या होता है, तुमने इसमें कितना पार्ट बजाया. ഈ കൽപ്പവൃക്ഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പാർട്ട് എന്താണ്? നിങ്ങളിതിൽ എത്ര പാർട്ട് അഭിനയിക്കുന്നുണ്ട്? ഇതൊക്കെ ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്. ആദാ കൽപ്പ് ഹേ ദൈവീ സ്വരാജ്, ആദാ കൽപ്പ് ഹേ ആസുരീയ രാജ്. അരക്കൽപ്പം ദൈവീ സ്വരാജ്യം, അരക്കൽപ്പം ആസുരീയ രാജ്യം. അച്ഛേ അച്ഛേ ജോ ബച്ചേ ഹേ ഉനോക്കോ ബുദ്ധി മേ നോളജ് രഹത്തി ഹേ. നല്ല നല്ല കുട്ടികൾക്ക് ബുദ്ധിയിൽ ജ്ഞാനം അവർ മറക്കില്ല. അവർക്ക് നല്ലതുപോലെ ബുദ്ധിയിൽ ജ്ഞാനം സ്ഥായിയായിട്ട് ഉറയ്ക്കും. ബാബ ആപ് സമാൻ ബനാത്തെ ഹേന. ബാബ തനിക്ക് സമാനാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് കുട്ടികളെ. ബാബ ജ്ഞാനസാഗരമാണ്, നമ്മളെയും ബാബ തനിക്ക് സമാനാക്കി ജ്ഞാനസാഗരാക്കി മാറ്റുകയാണ്. ടീച്ചേഴ്സ് മേ ബി നമ്പർ വാർ ഹോത്തെ ഹേ, കൈ तो टीचर होकर भी फिर बिगड़ पड़ते हैं. बहुतों को सिखाकर फिर खुद कदम हो जाएंगे. ബാബ പറയാണ്, ബാബയുടെ ഈ ജ്ഞാനം പഠിപ്പിക്കുന്ന ടീച്ചർമാരും നമ്പർ വാറാണ്. ചില കുട്ടികൾ ടീച്ചർമാരായിരുന്നിട്ട് പോലും അവരും ചിലപ്പം അധപതിക്കും എന്ന് ബാബ മനസ്സിലാക്കിയിട്ട് തരികയാണ്. ഒരുപാട് പേരെ ടീച്ചർമാരായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടാവും, സ്വയം പോയി അവരില്ലാതാവും. അപ്പോൾ ബാബ പറയുന്നു, ചോട്ടെ ചോട്ടെ ബച്ചോമ്മേ ഭിന്ന ഭിന്ന സംസ്കാർ വാലി ഹോത്തേ. കൊച്ചു കൊച്ചു കുട്ടികളിൽ ഭിന്ന ഭിന്ന തരത്തിലുള്ള സംസ്കാരമുള്ളവർ ഉണ്ടായിരിക്കും. കോയി തോ ദേഖോ നമ്പർ 1 ഷൈത്താൻ, കോയി ഫിർ പരിസ്ഥാൻ ജാനെ ലായക്ക്. ഈ കൊച്ചു കുട്ടികളാണെങ്കിൽ അങ്ങനെയാണ്. ചില കുട്ടികൾ ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കും, നമ്പർ 1 ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കും. പക്ഷേ ചില കുട്ടികളാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ടും ഉണ്ടാവും. കൈ ഹേ ജോ നാ ജ്ഞാൻ ഉഠാത്തെ നാ അപ്പനി ചലൻ സുധാർത്തെ സബ്കോ ദുഃഖ ഹി ദേത്തെ രേത്തെ ഹെ. ചിലരുണ്ട്, അതായത് ജ്ഞാനം അവർ എടുക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ജ്ഞാനം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അവരുടെ പെരുമാറ്റത്തിൽ പരിവർത്തനം കൊണ്ടുവരില്ല. സർവർക്കും ദുഃഖം കൊടുത്തുകൊണ്ടേയിരിക്കും. तो ये भी शास्त्रों में दिखाया है कि असुर आकर चिपकर बैठते थे. ഇതും ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അമൃത് കഴിപ്പിക്കുന്ന സമയത്ത് അസുരന്മാർ വന്ന് ഒളിച്ച് വന്നിരുന്നതായിട്ട്. അസുർബൻ കിത്നാ തക്ലീഫ് ദത്തി ഹേ. അപ്പം ജ്ഞാനം കുറച്ച് കേട്ടിട്ട് അവരങ്ങ് പുറത്തു പോയി. പിന്നെ അവരെന്ത് ആൾക്കാർക്ക് പ്രോബ്ലംസ് തരും. ഏതോ സബ് ഹോത്താ രഹത്താ ഹേ. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഊഞ്ചിത്തെ ഊഞ്ച് ബാപ്കോ ഹി സ്വർഗ കി സ്ഥാപന കർണേ ആനപ്പെടുന്നത്. പക്ഷെ ആരാണ് ഈ സ്വർഗം സ്ഥാപിക്കുന്നത്? ആരെന്ത് തടസ്സം ഇട്ടാലും ഇവിടെ ആർക്കെങ്കിലും ഈ സ്വർഗത്തിൻ്റെ സ്ഥാപനം നിർത്തിക്കാൻ പറ്റൂ? എന്ത് തടസ്സം വന്നാലും അത് പിന്നീട് നല്ലതായിട്ട് മാറുകയുള്ളൂ. ഇവിടെ ബാബയാണ് ഏറ്റവും ഉയർന്നവനായ ബാബ, ഏറ്റവും ശക്തിമാനായ ബാബയാണ് ഇവിടെ സ്വർഗം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത്. എന്നാലേ ഇവിടെ കാര്യം നടക്കും. മയബിപടി ജബർദസ്തി. അപ്പോൾ ബാബയുടെ കുട്ടികൾ ഇത്രയും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി യോഗ്യരാകുമ്പോൾ
അവിടെ മായയും പവർഫുള്ളായിട്ട് നമ്മളെ എതിർക്കും. ദാൻ ദേത്തെ ഹേ ഫിർവി മായ ബുദ്ധി ഫിരാ ദേത്തെ. അപ്പോൾ ബാബയുടെ കുട്ടിയായ ഉടനെ ഈ 5 വികാരങ്ങളങ്ങ് എടുത്ത് നമ്മൾ ദാനം കൊടുക്കും, ബാബയിലേക്ക് അത് അർപ്പിക്കുക, കളയും. പക്ഷേ വീണ്ടും മായ വന്ന് ബുദ്ധി തിരിപ്പിച്ച് കളയും. ആദാക്കോ ജറൂർ മായ കായേക്ക് തബ് തോ കഹത്തെ ഹേ മായ ബഡി ദുസ്തർ ഹേ. പകുതിയോളം പേരെ മായ പിടിച്ച് ഭക്ഷിക്കും എന്നാണ് ബാബ പറയുന്നത്. എല്ലാവരും വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ബാബ പറയുന്നത് മായ വളരെ ദുഷ്ടനാണ്. ആദാകൽപ്പം മായ രാജ്യ കർത്തി ഹേ തോ ജറൂർ ഇത്തിനി പഹൽവാൻ ഹോഗി. അരക്കൽപ്പം മായ രാജ്യം ഭരിക്കും, അരക്കൽപ്പം. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ശക്തിശാലി ആയതുകൊണ്ടല്ലേ അരക്കൽപ്പം രാജ്യം ഭരിച്ചത്. മായാസെ ഹാർനി വാലിക്ക് ക്യാ ഹാലത്ത് ഹോ ജാത്തി ഹെ. മായയോട് തോൽക്കുന്നവരുടെ അവസ്ഥ എന്തായി മാറും, എന്തൊരു ദുർഗതിയായിരിക്കും അവർക്ക് സംഭവിക്കുന്നത് എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛാ മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്ക് മുഖ്യ സാർ. അപ്പോൾ ബാബ ഇന്ന് എന്തൊക്കെ ഹോംവർക്ക് തന്നു, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി, ദേവതയാകാൻ വേണ്ടി എന്തൊക്കെ ധാരണ ചെയ്യാൻ ബാബ പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ്, കബി ബി ചുയി മുയി നഹി ബന്നാഹി. ഒരിക്കലും തൊട്ടാൽ വാടിയാവരുത്, സെൻസിറ്റീവ് നേച്ചർ വരാൻ പാടില്ല. ജ്ഞാനികൾക്ക് സെൻസിറ്റീവ് നേച്ചർ എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന സ്വഭാവം പെട്ടെന്ന്, അപ്പോൾ അത് വരാൻ പാടില്ല. ദൈവീ ഗുൺ ധാരൺ കർ അപ്പനി ചലൻ സുധാർണി ഹേ. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം കൊണ്ടുവരണം, തൻ്റെ സ്വഭാവം മാറ്റണം. ഒരിക്കലും തൊട്ടാവാടിയാവരുത്, ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ പെരുമാറ്റം മാറ്റണം. അടുത്ത പോയിൻ്റാണ് ബാപ് കാ പ്യാർ പാനേക്കിലെ സേവ കർണി ഹേ. ബാബയുടെ സ്നേഹം പ്രാപ്തമാക്കാൻ സേവ ചെയ്യണം, ബാബയുടെ സ്നേഹം പ്രാപ്തമാക്കാൻ സേവ ചെയ്യണം. ലേക്കിൻ ജോ ദൂസരോക്ക് സുനാത്തെ ഹേ വോ സ്വയം ധാരൺ കർണ ഹേ. എന്നാൽ മറ്റുള്ളവരെ ആര് കേൾപ്പിക്കുന്നോ, മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന അവർ തീർച്ചയായിട്ടും അവർ സ്വയം ധാരണ ചെയ്തിട്ട് വേണം അവരത് കേൾപ്പിക്കാൻ. നമ്മൾ എന്താണോ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് അത് സ്വയം ആദ്യം പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നിട്ട് വേണം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ. കർമാതീത അവസ്ഥമേ ജാനിക പൂരാ പുരുഷാർത്ഥ് കർണാഹി. കർമാതീത അവസ്ഥയിലേക്ക് പോകാനുള്ള സമ്പൂർണമായ പുരുഷാർത്ഥം ചെയ്യണം. ഇന്നത്തെ വരദാനമാണ് मेहनत और महानता के साथ रूहानियत का अनुभव कराने वाले शक्तिशाली सेवाधारी भव. പരിശ്രമവും മഹാനതയും ഒന്നിച്ച് കൊണ്ടുപോയി ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കുന്ന ശക്തിശാലി സേവാധാരി ഭവ. വളരെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കൂ. भले किसको सुनाते भी रहे सुनी हुई बातें परंतु वो जैसे पंडित मिसल हो जाते. അതായത് ഇപ്പം ഈ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇത്രയും വലിയ ജ്ഞാനം അത് ഞാൻ മറ്റുള്ളവരെ കേൾപ്പിക്കുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും സാധിക്കും. കാര്യം മനസ്സിലാക്കിയത് കേട്ട കാര്യം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ. പക്ഷേ അത് സ്വയം ധാരണ ചെയ്തിട്ടല്ല കേൾപ്പിക്കുന്നത്. സാധാരണ ബാബ അവരെ കളിയാക്കി പറയുന്നതാണ് പണ്ഡിറ്റ്ജി. അതായത് കേട്ട കാര്യം കേൾപ്പിക്കുന്നു, സ്വയം തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അവർ അപ്പോൾ ബാബ പറഞ്ഞത് പണ്ഡിതനെ പോലെ ആയില്ലെന്ന്. ജैसे ബാബ പണ്ഡിതക്ക് കഹാനി ബതാത്തെ ഹെന. അപ്പോൾ ബാബ നമുക്ക് പണ്ഡിതൻ്റെ കഥ പറഞ്ഞു തരും. കാരണം നമ്മളോട് ബാബ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് മനുഷ്യനിൽ നിന്ന് ദേവതയാകണം. അപ്പം ദേവതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ധാരണയും നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ഇല്ല എങ്കിൽ നമ്മളെങ്ങനെ ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും? तो उसने कहा राम राम कहने से सागर पार हो जाएंगे. तो ये भी एक कहानी बनी हुई है. അപ്പോൾ അവർ പിന്നെ ഈ പണ്ഡിതൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. BK എല്ലാവർക്കും ഈ പണ്ഡിതൻ്റെ കഥ അറിയാം. അതായത് പണ്ഡിതനൊരു പാൽക്കാരി കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാൽക്കാരി എന്നും ലേറ്റാവും വരാൻ. പണ്ഡിതനാണെങ്കിൽ അതിരാവിലെ തന്നെ പൂജ ചെയ്യണം. പൂജയ്ക്ക് പാലും വേണം.
അപ്പോൾ ഒരു ദിവസം പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു ആ പാൽക്കാരി പെൺകുട്ടിയോട്, നീ എത്ര ലേറ്റ് ആവണം? പറയും, എൻ്റെ തോണിക്കാരൻ വരാൻ ലേറ്റ് ആവും, എനിക്ക് 6-ൻ്റെ അക്കരയെന്ന് വരണം. അപ്പോൾ പണ്ഡിതൻ ചോദിക്കും, പിന്നെ തോണിക്കാരനുണ്ടെങ്കിലേ നിനക്ക് 6 കടന്ന് വരാൻ പറ്റൂ. സംസാര സാഗരം പിന്നെ രാമനാമം ജപിച്ചുകൊണ്ട് ആളുകൾ അക്കരെ കടക്കുന്നു, നിനക്ക് ഈ ചെറിയൊരു 6 കടന്നു വന്നൂടെ? അപ്പോൾ ഇത് കേട്ടൊന്ന പെൺകുട്ടിക്ക് ആ ഭാവന ആ ഗുരുവിൻ്റെ മേലെ ഉണ്ടായിരുന്നത് കൊണ്ട് പെൺകുട്ടി എന്ത് ചെയ്തു? പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പാലും കൊണ്ട് രാമ 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 എന്ന് ജപിച്ച് ആ 6 കടന്ന് 6-ൻ്റെ മേലെ വെള്ളത്തിൻ്റെ മേലെ കൂടെ നടന്നു വന്നു എന്നുള്ളതാണ്. അങ്ങനെ പണ്ഡിതൻ ചോദിക്കും, നീ എങ്ങനെ ഇത്ര നേരത്തെ വന്നു? അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു, അങ്ങ് എനിക്ക് ഇന്നലെ മന്ത്രം തന്നില്ലേന്ന്. അപ്പോൾ പണ്ഡിതൻ വിചാരിക്കും, ഞാൻ പറഞ്ഞ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ എനിക്കും പറ്റുമല്ലോ വെള്ളത്തിൻ്റെ മേലെ കൂടെ നടക്കാൻ എന്ന് പറഞ്ഞ് പണ്ഡിതൻ പോയി വെള്ളത്തിൻ്റെ മേലേക്ക് കാല് വെച്ചതും പണ്ഡിതൻ വെള്ളത്തെ കിടക്കുന്നു എന്ന് ലൗകികത്തിലെ കഥയാണ്. ഇവിടെ ബാബ ഒരിക്കലും നമുക്ക് വെള്ളത്തിൻ്റെ മേലെ നടക്കാനോ അല്ലെങ്കിൽ രാമനാമം ജപിച്ച് സംസാര സാഗരം മറികടക്കാനോ അല്ലെങ്കിൽ തീൻ്റെ മേലെ കൂടെ നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. ഇപ്പം ബാബ പറയുന്നത് ഇപ്പം ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പം ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ദേഷ്യം വരാൻ പാടില്ല. അതേസമയം നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോഴോ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണ്, ദേഷ്യപ്പെടാൻ പാടില്ല. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടാലോ? ഇങ്ങനെ പല പല ഉദാഹരണങ്ങൾ ബാബ പറയുന്നുണ്ട്. മധുരമായി സംസാരിക്കൂ, കുറച്ച് സംസാരിക്കൂ, മെല്ലെ സംസാരിക്കൂ എന്നൊക്കെ ബാബ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ ബാബ പറയുന്ന ഓരോ പോയിൻറ്റും എത്രത്തോളം പ്രാക്ടിക്കലാക്കി, ഈ പ്രാക്ടിക്കലാക്കിയ കാര്യമാണോ ഞാൻ പറയുന്നത് എന്ന് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് ഈ കഥയുടെ സാരാംശം. ये भी एक कहानी बनाई हुई है. इस समय तुम बाप की याद से विषय सागर से क्षीर सागर में जाते हो. ഇതും ഒരു കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ വിഷയസാഗരത്തിൽ നിന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. उन्होंने भक्ति मार्ग में डर कथाएं बना दी हैं. ऐसी बातें तो होती नहीं. അവരാണെങ്കിൽ ഭക്തി മാർഗത്തിൽ വളരെയധികം കഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല. ये एक कहानी बनी हुई है. पंडित औरों को कहता था, खुद बिल्कुल छटकाते थे. खुद विकारों में जाते रहना और दूसरों को कहना निर्विकारी बनो, उनका क्या असर होता? അപ്പോൾ ബാബ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറയാണ്. അതായത് ഇതൊരു കഥ അവരിങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ പണ്ഡിതൻ ദിവസേന മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ സ്വയം പണ്ഡിതൻ ഒന്നും പാലിച്ചിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്വയം പണ്ഡിതൻ വികാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ പണ്ഡിതൻ അല്ലെങ്കിലും ഒരുപാട് അറിവുള്ള ആൾ, മറ്റുള്ളവർക്ക് കുറേ പറഞ്ഞു കൊടുക്കുന്ന ആൾ, ആ ആൾ സ്വയം വികാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിർവികാരിയാവണം. അപ്പോൾ വികാരിയായ ഒരാൾ, ഒളിച്ച് വികാരത്തിലേക്ക് പോകുന്ന ഒരാൾ പിന്നെ മറ്റുള്ളവരോട് നിർവികാരിയാകാൻ പറയുമ്പം ആ പാഠം എങ്ങനെ എഫക്റ്റ് ആവും? तो ऐसे तो ब्रह्मा कुमार कुमारियाँ है, खुद निश्चय में नहीं दूसरों को सुनाते रहते हैं. इसलिए कहाँ सुनाने वाले से भी सुनने वाले तीखे चले जाते हैं. അപ്പോൾ ബാബ പറയുന്ന അങ്ങനെയും ചില ബ്രഹ്മകുമാരിമാരുണ്ട്, സ്വയം നിശ്ചയമില്ല, സ്വയം പൂർണ്ണമായിട്ട് നിശ്ചയം വന്നിട്ടില്ല. എന്നിട്ട് അവർ മറ്റുള്ളവർക്ക് ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ എവിടേക്കോ ജ്ഞാനം കേൾപ്പിക്കുന്നവനേക്കാൾ ജ്ഞാനം കേൾക്കുന്നവർ വളരെ സ്പീഡിൽ പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. जो बहुतों की सेवा करते हैं वो जरूर प्यारे तो लगते हैं. വളരെയധികം പേരുടെ സേവ ചെയ്യുന്നവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പണ്ഡിത് ജൂട്ടാ നിക്കൽ പടേ तो उनको कौन प्यार करेंगे? ഒരു പണ്ഡിതൻ യഥാർത്ഥത്തിൽ സത്യവാനല്ല, അസത്യവാനാണ്. അപ്പോൾ ആർക്കിഷ്ടപ്പെടും? ആ ആളിനെ ആര് സ്നേഹിക്കും? तो वो प्यार उन पर चले जाएगा जो प्रैक्टिकल में याद करते हैं. അപ്പോൾ ആരോടായിരിക്കും സ്നേഹം തോന്നുന്നത്? എല്ലാവർക്കും വളരെ പ്രാക്ടിക്കലായിട്ടുള്ളവരെ. ഏത് കാര്യം പറഞ്ഞോ അത് ചെയ്യണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ബാബയെ ഓർമ്മിക്കുന്നവരെ, നല്ല സത്യമായ യോഗികളായിട്ടുള്ളവരെയായിരിക്കും ബാബയ്ക്ക് ഇഷ്ടം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇഷ്ടം. तो अच्छी अच्छी महारिधियों को भी माया हब कर लेती है. അപ്പോൾ ഇവിടെയാണ് ബാബ ഈ രഹസ്യം പറഞ്ഞു തരുന്നത്. എത്രയോ നല്ല നല്ല മഹാരിധികൾ വളരെ വളരെ ഉയരങ്ങളിലേക്ക് പോയവരായിരിക്കും, പക്ഷെ അവരെ പോലും മായ വിഴുങ്ങാറുണ്ട്. ബഹുത്ത് ഹപ്പ് ഹോകെ
വളരെയധികം പേരെ വിഴുങ്ങിക്കഴിഞ്ഞു. ബാബ भी समझ जाते हैं अभी कर्माതീത അവസ്ഥ नहीं हुई है. അപ്പോൾ ബാബയും മനസ്സിലാക്കി തരികയാണ്, ഇതുവരയ്ക്കും കർമാതീത അവസ്ഥ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏക് തരഫ് ലഡായി ഹോഗി और दूसरे तरफ കർമാതീത അവസ്ഥ ഹോഗി. ഒരു ഭാഗത്ത് യുദ്ധം ഉണ്ടാവും, മറുഭാഗത്ത് കർമാതീത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കും. യുദ്ധം ഇങ്ങനെ തീവ്രമാകും തോറും ബാബയുടെ കുട്ടികൾ കർമാതീതമായിക്കൊണ്ടേയിരിക്കും. പൂര കണക്ഷൻ ഹേ. യുദ്ധത്തിനും കർമാതീത അവസ്ഥയ്ക്കും തമ്മിൽ സമ്പൂർണ്ണമായ ബന്ധമുണ്ട്. फिर ലഡായി പുരി ഹോ ജാനെ സേ ട്രാൻസ്ഫർ ഹോ ജായെങ്കിൽ, പിന്നീട് യുദ്ധം പൂർത്തിയാകുമ്പോൾ ട്രാൻസ്ഫർ നടക്കും. പെഹലെ രുദ്രമാല ബൻതി ഹെ, ആദ്യം രുദ്രമാല തയ്യാറാവും. तो ये बातें और कोई नहीं जानते, ഈ കാര്യങ്ങൾ മറ്റാർക്കും അറിഞ്ഞുകൂടാ. തും സമസ്തേ ഹോ വിനാശ് സാമനെ കടാ ഹെ, നിങ്ങൾക്കറിയാം വിനാശം മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. अब तुम हो മൈനോറിറ്റി വോ ഹേ മെജോറിറ്റി, നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഈ ലോകത്തിൽ താമസിക്കുന്ന ആൾക്കാർ മെജോറിറ്റിയാണ്. तो तुमको कौन मानेगा, അപ്പോൾ നിങ്ങൾ ആരെ അംഗീകരിക്കാനാ? तो जब तुम्हारी वृद्धि हो जाएगी फिर तुम्हारी योग बल से बहुत खींच कर आएंगे. പക്ഷേ എപ്പോഴാണോ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ യോഗബലത്തിലൂടെ ആളുകൾ ആകർഷിക്കപ്പെട്ട് വരും. വളരെയധികം പേര് യോഗബലം കാരണം ആകർഷിക്കപ്പെട്ട് വരും. ജിतना तुमसे कट निकलती जाएगी उतना बल बढ़ता जाएगा. എത്രത്തോളം നിങ്ങളിൽ നിന്ന് ആ തുരുമ്പ് പോകുന്നു, വികാരങ്ങളാകുന്ന തുരുമ്പ് ഇല്ലാതാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ യോഗബലം നിറയും. ऐसे नहीं बाबा जानी जानहार है, यहाँ आकर सबको देखते हैं, सबकी अवस्थाओं को देखते हैं. बाप बच्चों की अवस्था को नहीं जानेंगे क्या, सब कुछ मालूम पड़ता है. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ബാബ എല്ലാം അറിയുന്നവനാണ്, ബാബ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളുടെ അവസ്ഥ കാണുന്നുണ്ട്, എല്ലാവരുടെ അവസ്ഥ ബാബ അറിയുന്നുണ്ട്. ബാബ ഒരച്ഛൻ തൻ്റെ മക്കളുടെ അവസ്ഥ അറിയാതിരിക്കുമോ? ബാബ പറഞ്ഞ എല്ലാം അറിയാൻ പറ്റും. इसमें അന്തർയാമിക്ക് कोई बात नहीं है. പക്ഷെ അതിന് ഉള്ളിൽ കയറി നോക്കണം എന്നൊന്നും ഒരാവശ്യമില്ല, അന്തർയാമി ആകേണ്ട ആവശ്യമില്ല എന്ന് ബാബ നമ്മളോട് പറയാണ്. അബീബി കർമാതീത അവസ്ഥ ഹുയി നഹി, ബാബയ്ക്കറിയാം ഇതുവരയ്ക്കും കുട്ടികൾ കർമാതീത അവസ്ഥ ആയിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ എന്താണ് ബുദ്ധിമുട്ട്? ആസുരി ബാത്ഷിത് ചലൻ ആദി സബ് പ്രസിദ്ധ ഹോ ജാതി. ഇപ്പോഴും കുട്ടികൾക്ക് ആസുര്യമായ പെരുമാറ്റമുണ്ട്, ആസുര്യമായ സംസാരം നടക്കുന്നു. അപ്പോൾ അതിലൂടെ അറിയാൻ പറ്റുമല്ലോ ആ കുട്ടി ആരാണ്, എത്ര പുരുഷാർത്ഥം ചെയ്യുന്നു. തുമേത്തോ ദൈവീ ചലൻ ബനാനെ, നമ്മളിൽ നിന്ന് ഒരിക്കലും ആസുര്യ പെരുമാറ്റം വരാനേ പാടില്ല. നിങ്ങൾ ദൈവീ പെരുമാറ്റം കൊണ്ടുവരണം. ദേവതായി സർവഗുണ സമ്പന്നഹേന, ദേവതകൾ സർവഗുണ സമ്പന്നമാണ്. അപ്പം നമ്മൾ സർവഗുണ സമ്പന്നാകണം. തുംകോ ऐसा बनना है. കഹാ വോ അസുർ കഹാ ദേവതായി, എവിടെ അസുരന്മാർ എവിടെ ദേവതകൾ. പരന്തു മായ കിസ്കോ ബി ചോടത്തി നഹി, ചുയി മുയി ബനാ ദേത്തി ഹെ. പക്ഷേ മായ ഒരിക്കലും ആരെയും വിടുന്നില്ല, മായ തൊട്ടാവാടിയാക്കി മാറ്റുന്നു. വളരെ സെൻസിറ്റീവ് നേച്ചർ വരുന്നു. तो एकदम मार डालती हैं. 5 सीढ़ी है ना, देह अभिमान आने से ऊपर से एकदम नीचे गिरते हैं. അപ്പോൾ ബാബ പറയാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, മായ ഭയങ്കരമായിട്ട് അടിച്ച് താഴെ വീഴ്ത്തിക്കളയും. 5 പടി. ദേഹ അഭിമാനം വരുമ്പോൾ ആ 5 നിലയുടെ മേലെന്ന് താഴേക്ക് വീഴും. ഗിര ഓർ മര, 5ാമത് നിലയിൽ നിന്നൊക്കെ വീണ ഉടനെ മരിക്കും. ആജ്കൽ അപ്പനെക്കോ മാർനേക്ക് ലിയേ कैसे कैसे उपाय रचते हैं, 21 मार से भी कुदते हैं. तो एकदम कदम हो जाए. ഇന്നത്തെ കാലത്ത് അവനവനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയാണ് ഉപായങ്ങൾ രചിക്കുന്നത്. 21 നിലയുടെ മേലെന്ന് വരെ താഴെ വീഴും, താഴേക്ക് ചാടും, പിന്നെ മരിക്കാതിരിക്കും, ഒറ്റയടിക്ക് അവർ തീരും. तो ऐसा ना हो फिर हॉस्पिटल में पड़े रहे, दुख भोगते रहे. 5 मंजिल से गिरे और ना मरे तो कितना दुख भोगते रहेंगे. അങ്ങനെയല്ല, അവർ താഴോട്ട് വീഴുകയും ചെയ്തു, താഴോട്ട് ചാടുകയും ചെയ്തു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് മരിക്കാതെ, ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക, വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. 5 നിലയുടെ മേലെന്ന് താഴോട്ട് വീണു, എന്നിട്ട് മരിച്ചില്ല. അപ്പോൾ എന്തുമാത്രം എല്ലൊക്കെ ശരിക്കും പൊട്ടിയിട്ടുണ്ടാവും,
എന്തുമാത്രം വേദന, ദുഃഖം അവർക്ക് അനുഭവിക്കേണ്ടി വരും. कोई अपने को आग लगाते हैं, अगर कोई इनको बचा लेते हैं तो उनको कितना दुख सहन करना पड़ता है. जल जाए तो आत्मा तो भाग जाएगी ना. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ തീ കൊളുത്തി മരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പെട്ടെന്ന് ആൾക്കാർ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേ സ്വയം അവനവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും ആൾക്കാർ രക്ഷിക്കും. പക്ഷെ രക്ഷപ്പെട്ടാലോ എന്തുമാത്രം ദുഃഖം സഹിക്കേണ്ടി വരും. ശരീരം മുഴുവനും കത്തിയെരിഞ്ഞില്ലേ, പൊള്ളിപ്പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ആത്മാവിന് അതിനകത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആത്മാവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഓടും. इसलिए ജീവദാത്ത് करते हैं शरीर को खत्म कर देते हैं. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്കറിയാം ഈ ജീവിതം അങ്ങ് തീരുമല്ലോ എന്ന്. അതുകൊണ്ടാണ് അവരിങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ ജീവഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്, ശരീരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. സമസ്തേ ഹെ ശരീർ ചോടനെ സെ ദുഃഖോം സെ छूट जाएंगे. അപ്പോൾ അവരും വിചാരിക്കുന്നത് എന്താണ്? ഈ ശരീരം അങ്ങ് ഉപേക്ഷിച്ചാൽ ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. परंतु ये भी महापाप है और भी अधिक दुख भोगने पड़ते हैं, क्योंकि ये है ही अपार दुखों की दुनिया, वहाँ है अपार सुख. പക്ഷേ അങ്ങനെ സ്വയത്തിനെ ഹനിക്കുന്നതും അഥവാ ആത്മഹത്യ അല്ലെങ്കിൽ ജീവഹത്യ ചെയ്യുന്നതും മഹാപാപമാണ്. കുറേയും കൂടെ അധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും. കാരണം ഈ ലോകം അപാരമായ ദുഃഖത്തിൻ്റെ ലോകമാണ്. അവിടെയാണെങ്കിൽ അപാരമായ സുഖമാണുള്ളത്. തും ബച്ചേ സമസ്തേ ഹോ, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അഭി ഹം റിട്ടേൺ ഹോത്തെ ഹേ, ദുഃഖധാം സേ സുഖധാം ജാത്തെ ഹേ. നമ്മളിപ്പം മടക്ക യാത്രയാണ്. ദുഃഖധാമത്തിൽ നിന്ന് നമ്മൾ സുഖധാമത്തിലേക്ക് പോകുകയാണ്. അഭി ബാപ്പ് ജോ സുഖധാം കാ മാലിക് ബനാത്തെ ഹേ ഉनको യാദ് കർനാ ഹേ. ഇപ്പോൾ ബാബ നമ്മളെ സുഖധാമത്തിൻ്റെ മാലിക്കാക്കി മാറ്റുകയാണ്. ബാബയെ ഓർമ്മിക്കണം. ഇനി ദ്വാര ബാബ് സംജാത്തെ ഹേ ചിത്ര ബി ഹേ. അപ്പോൾ ഇദ്ദേഹത്തിലൂടെ ബാബ മനസ്സിലാക്കി തരുന്നുണ്ട്, ചിത്രമുണ്ട്. ബ്രഹ്മാദ്വാര സ്വർഗ്ഗക്കി സ്ഥാപന, ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. തും കഹത്തെ ഹോ ബാബ ഹം അനേക ബാർ ആപ്സെ സ്വർഗ്ഗ കാ വർഷ ലേനെ ആയേ ഹേ. നിങ്ങൾ എന്തു പറയും? ബാബ ഞങ്ങൾ അനേക പ്രാവശ്യം അങ്ങയിൽ നിന്ന് സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബാബ ബി സംഘം പർ ഹി ആത്തെ ഹേ ജബ്കി ദുനിയാ കോ ബദൽനാ ഹേ. ബാബയും സംഗമത്തിലാണ് വരുന്നത്. എന്താണ് സംഗമ സമയത്തിൻ്റെ പ്രത്യേകത? ലോകത്തിൻ്റെ പരിവർത്തനം സംഭവിക്കേണ്ട സമയം. तो बाप कहते हैं मैं आया हूँ तुम बच्चों को दुख से छुड़ाकर सुख की पावन दुनिया में ले जाने. അപ്പോൾ ബാബ പറയാണ്, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് സുഖത്തിൻ്റെ പാവനമായ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. बुलाते भी है पतित पावन. तो ये थोड़े ही समझते हैं कि हम महाकाल को बुलाते हैं कि हमको इस छीची दुनिया से घर ले चलो. വിളിക്കുന്നുണ്ട് ഹേ പതിത പാവന. പക്ഷേ ആരും വിചാരിക്കുന്നില്ലല്ലോ ഈ പതിത പാവനൻ ആരാണ്? മഹാകാലനാണ്. ഞാൻ മഹാകാലനെയാണ് വിളിച്ചത്. എന്താ വിളിച്ച് പറഞ്ഞത്? എന്നെ ഈ ചീച്ചി ലോകത്തിൽ നിന്ന് കൊണ്ടുപോകൂ. ജരൂർ ബാബ ആയേഗ, തീർച്ചയായിട്ടും ബാബ വരും. ഹം മരേങ്കി തബ് തോ പീസ് ഹോഗി നാ, ശാന്തി ശാന്തി കർത്തി രഹത്തെ ഹേ. ബാബ വരുമ്പോൾ ബാബ മഹാകാലനായിട്ടാണ് വരിക. ഈ ലോകത്തിൻ്റെ മുഴുവൻ നാശം സംഭവിക്കും. സർവ്വ ആത്മാക്കളെയും ബാബ കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ബാബ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും മരിച്ചാലല്ലേ ശാന്തി ഉണ്ടാവും. എല്ലാവരും ശാന്തി വേണം ശാന്തി വേണമെന്ന് പറയുകയാണ്. ശാന്തി തോ ഹേ പരന്താമേ. ശാന്തി എവിടെ മാത്രമേ ഉള്ളൂ? പരന്താമത്തിൽ. परंतु इस दुनिया में शांति कैसे हो जब तक इतने डर मनुष्य है. പക്ഷേ ഈ ലോകത്തിൽ എങ്ങനെ ശാന്തി സമാധാനം കിട്ടും? കാരണം ഇത്രയധികം മനുഷ്യർ ജീവിക്കല്ലേ. സത്യുഗമേ സുഖശാന്തി തി. അപ്പോൾ ബാബ പറയാണ്, സത്യുഗത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ കലിയുഗമേ അനേക ധർമ്മ ഹേ. ഇപ്പോൾ കലിയുഗത്തിൽ അനേക ധർമ്മങ്ങളാണുള്ളത്. ബാബ പറയാണ്, വോ ജബ് കദം ഹോ തബ് ഏക് ധർമ്മ കി സ്ഥാപന ഹോ തബ് സുഖശാന്തി ഹോ. അപ്പോൾ ബാബ എന്താ പറഞ്ഞിരുന്നേ? അതെല്ലാം നശിക്കണം. കലിയുഗത്തിലെ അനേക ധർമ്മങ്ങൾ ഇല്ലാതാവണം. അപ്പോൾ ഒരു ധർമ്മം സ്ഥാപിക്കപ്പെടും. അപ്പോൾ മാത്രമാണ് ഇവിടെ സുഖവും ശാന്തിയും ഉണ്ടാവുന്നത്. ഹാഹാക്കാർക്ക് ബാദ് ഹി ഫിർ ജയ് ജയ്ക്കാർ ഹോഗി. അയ്യോ അയ്യോ എന്നുള്ള നിലവിളിക്ക് ശേഷം ജയ് ജയ് വിളി ഉണ്ടാവും. ആകെ ചൽ ദേഖ്ന മൗത്ത് കാ ബാസാർ കിത്തന ഗരം ഹോത്താ ഹേ. ഇനി മുന്നോട്ട് പോകെ പോകെ നിങ്ങൾ നോക്കണം
അതായത് മരണത്തിൻ്റെ മാർക്കറ്റ് ഇവിടെ വളരെ ചൂട് പിടിച്ച് പ്രവർത്തിക്കുന്നു. വിനാശ് ജറൂർ ഹോനാ ഹേ, വിനാശം തീർച്ചയായിട്ടും സംഭവിക്കും. ബാബ പറയാണ് ഏക് ധർമ്മ കി സ്ഥാപന ബാപ്പാക്കർ കരാത്തെ ഹേ, രാജയോഗ ബി സിക്കാത്തെ ഹേ. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ വന്ന് ചെയ്യിക്കും, രാജയോഗവും പഠിപ്പിക്കും. ബാക്കി സബ് അനേക ധർമ്മ കലാസൂജായെങ്കിൽ, ബാക്കി അനേക ധർമ്മങ്ങൾ നശിക്കും. ഗീതാമേ കുച്ച് ദിക്കായനെ, സാധാരണ നിലവിലുള്ള ഗീതയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല. 5 പാണ്ഡവർ കുത്ത ഹിമാലയ പർ ഗൽ ഗയെ, ഫിർ റിസൾട്ട് ക്യാ പ്രളയ ദിക്കാധി. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം തീർന്നു, പാണ്ഡവരുടെ കയ്യിൽ രാജ്യം കിട്ടി. പക്ഷേ പാണ്ഡവരുടെ എല്ലാ മക്കളും ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്, ഇല്ല. അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര വിഷമം, രാജ്യം ഭരിക്കാൻ അവർക്ക് വയ്യ. പിന്നെ അവരെന്ത് ചെയ്തു, മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു. അതായത് മരിക്കണ വരെ ഒരു തീർത്ഥയാത്ര. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് മലയിടുക്കുകളിൽ വീണ് അവർ ഇല്ലാതായി, മരിച്ചു. അപ്പോൾ 5 പാണ്ഡവരും കൂടെ ഒരു നായ കാണിച്ചു. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഇത്രയും വലിയ മഹാഭാരത യുദ്ധത്തിൻ്റെ റിസൾട്ട് ഇതാണോ? അതിൻ്റെ അവസാനം പ്രളയം വന്നു. ഇതാണ് കാണിക്കുന്നത്. ജൽമയി ഭലെ ഹോത്തി ഹേ പരന്തു സാരി ദുനിയ ജൽമയി ഹോനേ സക്ത. ലോകം മുഴുവനും 3/4 പങ്കും വെള്ളമാണ്. അപ്പോൾ ജലമയം എന്തായാലും ആയിരിക്കും, പക്ഷെ മുഴുവൻ ലോകം ഒരിക്കലും ജലമയം ആവില്ല. ഭാരതത്തോ അവിനാശി പവിത്ര ഖണ്ഡേ. ഭാരതം അവിനാശിയായ പവിത്രമായ ഖണ്ഡമാണ്. ഉസ്മേ ബി ആബു സബ്സെ പവിത്ര തീർത്ഥസ്ഥാൻ ഹെ. അതിലും ആബു ഏറ്റവും പവിത്രമായ തീർത്ഥസ്ഥാനമാണ്. ജഹാം ബാപ്പാക്കർ തും ബച്ചോं के द्वारा സർവ की സദ്ഗതി करते हैं. ആബുവിലാണ് ബാബ വന്ന് കുട്ടികളിലൂടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ദിൽവാല മന്ദിർ മേ കിത്തന അച്ഛാ യാദ്ഗാർ ഹെ. ദിൽവാഡ ക്ഷേത്രമാണ് ബാബ വന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ, കുട്ടികളെ രാജയോഗ അഭ്യസിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മച്ചിഹ്നം, ഏറ്റവും നല്ല ഓർമ്മച്ചിഹ്നം. കിത്തന അർത്ഥ സഹിത് ഹേ, എത്ര അർത്ഥസഹിതമാണ്. പരന്തു ജിനോനെ ബനായ വോ നഹി ജാനത്തെ ഹേ. പക്ഷെ ആരാണോ അതെല്ലാം ഉണ്ടാക്കിയത്, ആ ക്ഷേത്രമൊക്കെ പണിതത്, അവർക്കിതൊന്നും അറിയില്ല. ഫിർ ബി അച്ഛേ സമജൂത്വത്തേന. എന്നാലും ആ ദിൽവാഡ ക്ഷേത്രം ഇത്ര അർത്ഥവത്തായിട്ട് അവർ പണിതിരിക്കില്ലേ? അപ്പോൾ എന്തോ കുറച്ച് ബുദ്ധിശാലികളായിരുന്നു അവർ. ദ്വാപർ സേ ജരൂർ അച്ഛേ സമജ്ദാർ ഹോങ്കെ. ദ്വാപരയുഗത്തിലൊക്കെ കുറച്ചും കൂടെ രജോ ഗുണമല്ലേ, കുറച്ചുകൂടെ നല്ല ബുദ്ധിശാലികളായിരിക്കും എന്ന് ബാബ പറയാണ്. കലിയുഗമേ ഹോത്തേ ഹേ തമോ പ്രധാൻ, ദ്വാപർ മേ ഫിർ ബി തമോ ബുദ്ധി ഹോങ്കെ. കലിയുഗത്തിൽ തമോ പ്രധാനമായിരിക്കും, ദ്വാപരത്തിൽ കുറച്ചും കൂടെ തമോ ബുദ്ധിയായിരിക്കും. तो सब मंदिरों से वो ऊंच है जहाँ तुम बैठे हो. എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് വളരെ ഉയർന്ന ക്ഷേത്രമാണ് ദിൽവാഡ ക്ഷേത്രം. യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിനകത്ത് കുട്ടികളാണ് ഇരിക്കുന്നത്, ബാബയുടെ മക്കളാണുള്ളത്. तो अभी तुम देखते रहेंगे विनाश में होलसेल मौत होगा. അപ്പം നേരത്തെ ബാബ പറഞ്ഞു മരണത്തിൻ്റെ മാർക്കറ്റ് ചൂട് പിടിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പോവാണ്. ഇപ്പോൾ ബാബ പറയണത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, വിനാശത്തിൽ ഹോൾസെയിലായിട്ട് മരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ശക്തിശാലി സേവാധാരി ഭവ. അപ്പോൾ ഇവിടെ ബാബ വരദാനത്തിലൂടെ നമ്മളോട് പറയുന്നത്, जो भी आत्माएं आपके संपर्क में आती हैं उन्हें रूहानी शक्ति का अनुभव कराओ. നമ്മളുടെ സമ്പർക്കത്തിൽ വരുന്ന ഏത് ആത്മാക്കളാണെങ്കിലും അവർക്ക് ആത്മീയ ശക്തിയുടെ അനുഭവം നമ്മൾ ചെയ്യിക്കണം. ബാബ നമുക്ക് ഹോംവർക്ക് തരികയാണ്. എല്ലാവർക്കും ശരീരത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ശക്തി ഈ ശക്തിയൊക്കെ അറിയാം, ഭൗതിക ശക്തിയൊക്കെ അറിയാം, പക്ഷേ ആത്മീയ ശക്തി എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ആത്മീയ ശക്തിയുടെ അനുഭവം ചെയ്യിക്കണം. ऐसी स्थूल और सूक्ष्म स्टेज बनाओ जिससे आने वाली आत्माएं अपने स्वरूप का और रूहानियत का अनुभव करें. നിങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥൂലമായ സൂക്ഷ്മമായ സ്റ്റേജിനെ തയ്യാറാക്കണം. അതിലേക്ക് വരുന്ന ആത്മാക്കൾ തൻ്റെ സ്വരൂപത്തിൻ്റെയും ആത്മീയതയുടെയും അനുഭവം ചെയ്യണം. ऐसी शक्तिशाली सेवा करने के लिए सेवाधारी बच्चों को व्यर्थ संकल्प और व्यर्थ भोल व्यर्थ कर्म की हलचल से परे एकाग्रता अर्थात रूहानियत में रहने का व्रत लेना पड़े. അങ്ങനെയുള്ള ശക്തിശാലി സേവ ചെയ്യുന്നതിന് വേണ്ടി സേവാധാരി കുട്ടികൾക്ക് വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം ഇങ്ങനെയുള്ള ചഞ്ചലതകൾക്ക് ഉപരിയായി
ഏകാഗ്രതയിൽ ആത്മീയതയിൽ ഇരിക്കാനുള്ള വ്രതമെടുക്കണം. ശക്തിശാലി സേവ, അതായത് തൻ്റെ സ്വരൂപത്തിൻ്റെയും തൻ്റെ ആത്മീയതയുടെയൊക്കെ അനുഭവം ചെയ്യിക്കുന്ന ആ ശക്തിശാലി സേവ ചെയ്യാൻ സേവാധാരി കുട്ടികൾ വ്യർത്ഥ ചിന്ത, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം തുടങ്ങിയ ചഞ്ചലതകൾക്ക് ഉപരിയായി ഏകാഗ്രത അർത്ഥം ആത്മീയതയിലിരിക്കാനുള്ള വ്രതം എടുക്കേണ്ടി വരും. ഒരു വ്രതം എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര സമയം നമ്മൾ ആ വ്രതം എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ജീവിതകാലം മുഴുവൻ വ്യർത്ഥ ചിന്ത, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം ഇതിൻ്റെ ചഞ്ചലതയിൽ പോകില്ല എന്നുള്ള വ്രതം എടുക്കണം. അതുപോലെ ഏകാഗ്രതയിലിരിക്കാൻ അഥവാ ആത്മീയതയിലിരിക്കാനുള്ള വ്രതം എടുക്കണം. ഇസി വ്രതസെ ജ്ഞാനസൂരിക്ക ചമൽക്കാർ ദിഖ്ലാ സഖേങ്കെ. ഈ ഒരു വ്രതം നിങ്ങൾ ദൃഢമായിട്ടെടുത്താൽ ഇതിലൂടെ ജ്ഞാനസൂര്യൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യമാണ് ബാബയെ പ്രത്യക്ഷമാക്കി കാണിക്കുകയാണ്. പക്ഷെ അതിന് നമ്മൾ ആ ആത്മീയതയുടെ മൂർത്തിഭാവമായാലേ പറ്റൂ. അപ്പം ഇന്ന് നമുക്ക് ഈ വരദാനം വളരെ പവർഫുള്ളായിട്ട് ഫോളോ ചെയ്യാം. സ്ലോഗൻ: ബാപ്പ് और सर्व की दुआओं के विमान में उड़ने वाले ही उड़ता योगी हैं. ബാബയുടെയും സർവരുടെയും ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നവരാണ് പറക്കുന്ന യോഗി. ബാബയുടെയും സർവരുടെയും ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നവരാണ് പറക്കുന്ന യോഗി. അപ്പം നമുക്കിന്ന് പറക്കുന്ന യോഗിയാവാം. എങ്ങനെ? ബാബയുടെയും സർവരുടെയും ആശീർവാദങ്ങളിലൂടെ ആ വിമാനത്തിൽ പറക്കുന്ന യോഗിയാവാം. ഇന്നത്തെ സോമാനം ശക്തിശാലി സേവാധാരി, ഒരു പവർഫുൾ സേവാധാരി. ആരാണ് പവർഫുൾ സേവാധാരി? അതായത് പരിശ്രമിക്കുന്നതോടൊപ്പം മഹാനതയോടൊപ്പം ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കണം. ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കണം എന്നുവെച്ചാൽ ഈ ആത്മീയ ശക്തി എന്താണ്, അതിൻ്റെ അനുഭവം ചെയ്യിക്കുന്ന ശക്തിശാലി സേവാധാരിയാണ്. അതാണ് നമ്മളുടെ സോമാനം. മുരളിയിൽ ബാബ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ധാരണ: ഒരിക്കലും ബാബയുടെ മേലെ നിശ്ചയക്കുറവ് വരാൻ പാടില്ല. നമ്മളെ ശിവബാബ വരുന്നത് ബ്രഹ്മ ബാബയിലൂടെയാണ്. അതിലൊരിക്കലും നമുക്ക് സംശയം വരാൻ പാടില്ല. അതുപോലെ ബാബ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് പറയുന്നോ ആ പറയുന്ന കാര്യങ്ങൾ സ്വയം ധാരണ ചെയ്തിട്ട് വേണം പറയാൻ. ബാബ പറയുന്ന എല്ലാ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്തായാലും സമയമെടുക്കും. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് ധാരണ ചെയ്യണം. ധാരണ ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് ബാബ പണ്ഡിതൻ്റെ കഥ പറഞ്ഞു. അത് എന്നെന്നും ഒരു പുരുഷാർത്ഥി ആത്മാവിന് ഓർമ്മ വേണം. അതുപോലെ ബാബ പറയുന്നത് ജീവഹത്യ അഥവാ ശരീരത്തിനെ മാത്രമേ നമുക്ക് കൊല്ലാൻ പറ്റൂ. ദുഃഖം വളരെയധികം കൂടിയാൽ പോലും ആ ദുഃഖം മാറും. അത് ബാബയ്ക്ക് സമർപ്പിക്കണം. ഒരിക്കലും ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ജീവഹത്യ ചെയ്യണമെന്ന് ഒരു ചിന്ത ഒരു സമയത്തും വരരുത്. കാരണം അവരതിൻ്റെ അടുത്ത ജന്മത്തിൽ കുറേയും കൂടെ ദുഃഖം അനുഭവിക്കും. ഭയങ്കരമായ ദുഃഖം അവരെന്തായാലും അനുഭവിക്കും. അതുകൊണ്ട് ആ ദുഃഖം, ഒരു ദുഃഖത്തിന് സൊല്യൂഷൻ മരണമല്ല, വേറെയും പല കാര്യങ്ങളും സൊല്യൂഷൻ കാണും. അപ്പോൾ ഇവിടെ ബാബ പറയുന്നത് ബാബയോട് തുറന്ന് പറയുക, ബാബയെ ഓർമ്മിക്കുക. അപ്പോൾ അവിടെ സാഹചര്യം മാറി വരും. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ധാരണ മൂർത്തിയായിട്ട് മാറണം, ശക്തിശാലി ആത്മാവായിട്ട് മാറണം. അപ്പോൾ ഇന്ന് ജനുവരി 26 ഇന്ന് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ വിങ് ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവനും ഓൺലൈൻ വഴി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവരയക്കും. ഇപ്പോൾ റോഡ് സുരക്ഷ, ഇത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ റോഡ് സുരക്ഷ. അപ്പോൾ ബ്രഹ്മകുമാരീസിൻ്റെ ഒരു വിങ് അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസാണ്. അതിന് ഉത്തരം എഴുതണം. അപ്പോൾ BK എഴുതണം. BKയുടെ ബന്ധത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരായാലും ശരി, നോൺ BK ആരൊക്കെയുണ്ടോ, മക്കൾ, കുട്ടിമക്കൾ ആരെല്ലാം ഉണ്ടോ അവരെ കൊണ്ടൊക്കെ നമുക്കിത് എഴുതിക്കാം. ഇത് പിന്നെ എഴുതുന്നതിലൂടെ 2 ബെനിഫിറ്റാണ് ഉള്ളത്. ഒന്ന്, നമുക്കതിനെക്കുറിച്ചുള്ള അവയർനെസ്, നമുക്കൊരു ബോധവൽക്കരണം ഉണ്ടാവും സ്വയം. പിന്നെ അവർ പറയുന്നുണ്ട് 50 ക്വസ്റ്റ്യനോ 30 ക്വസ്റ്റ്യനോ എഴുതിയാൽ അവർക്കതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാം. സമയമുണ്ട്, 10 മണി മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്കിൽ കാണുന്ന ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ എഴുതിയാൽ മതി. അതെല്ലാവർക്കും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സേവനമാണ്.
നമ്മളെല്ലാവർക്കും ഓൺലൈൻ വഴി നമ്മുടെ വീട്ടിലിരുന്ന് സേവനം ചെയ്താൽ മതി. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവും ലഭിക്കും. ഓം ശാന്തി.